മാന്യ പ്രേക്ഷകർക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ നാമത്തിൽ കോർപ്പൂസ് ക്രിസ്തി മനനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, സ്തോത്രയാഗ പ്രാർത്ഥനയിലെ വളരെ ഹൃദ്യമായ ഡോക്സോളജിയുടെ നിമിഷത്തിലേക്ക് നമ്മൾ വരികയാണ്. ഈശോയുടെ ശരീരവും രക്തവും കയ്യിലെടുത്ത് ഉയർത്തിക്കൊണ്ട് പിതാവായ ദൈവത്തിന് സ്തുതിയർപ്പിക്കുന്ന നിമിഷമാണ്. Through him, with him and in him എന്ന് ആലപിക്കുന്ന അതിസുന്ദരമായ ഡോക്സോളജി. സത്യത്തിൽ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോ സമരിയാക്കാരി സ്ത്രീയോട് പറഞ്ഞില്ലേ, യഥാർത്ഥത്തിലുള്ള ആരാധകരെ, സത്യത്തിലുള്ള ആരാധകരെ പിതാവ് അന്വേഷിക്കുന്നു. ആരാണ് യഥാർത്ഥ ആരാധകര്? സത്യത്തിലും ആത്മാവിലും പിതാവിനെ ആരാധിക്കുന്നവര്. നോക്കൂ, ദിവ്യബലി മധ്യേയുള്ള ഈ ഡോക്സോളജി അഥവാ സമാപന സ്തുതിഗീതം, ഇതിൽ പിതാവിനാണ് ആരാധനയർപ്പിക്കുന്നത്. ഇനി സത്യത്തിലൂടെ, ആരാ സത്യം? യേശു ക്രിസ്തു. ക്രിസ്തു തന്നെ പറഞ്ഞല്ലോ, അവിടുത്തെ വചനമാണ് സത്യം, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. യേശു ക്രിസ്തുവാകുന്ന സത്യത്തിലൂടെ പിതാവിന് ആരാധന. ഇനി ആത്മാവിൽ ആരാധന, പരിശുദ്ധ ആത്മാവിൽ ആരാധന. അപ്പോൾ ആ ഡോക്സോളജിയുടെ നിമിഷം ഒരുപക്ഷെ നമുക്ക് ഈ ഭൂമിയിൽ വച്ച് നടത്താവുന്ന ഏറ്റവും വലിയ ആരാധനയുടെ നിമിഷമാണ്. അതുകൊണ്ട് ആ അപ്പവും വീഞ്ഞും ഉയർത്തിക്കൊണ്ട് പിതാവായ ദൈവത്തെ സ്തുതിക്കുന്ന ആ നിമിഷം നാം യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പിതാവിനെ ഉജ്ജ്വലമായി സ്തുതിക്കാനും ആരാധിക്കാനും ബഹുമാനിക്കാനും നമുക്ക് കഴിയട്ടെ. ആ ചിന്തയോടെ ആ ഡോക്സോളജിയിൽ സംബന്ധിക്കുക. പരിശുദ്ധ ദിവ്യകാരുണ്യനാഥന് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് നമസ്കാരം.